വയനാട്ടിലും ചേലക്കരയിലും മത്സരം വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. മുക്കാൽ മണിക്കൂർ പിന്നിട്ടു. ഇനി നമുക്ക് പോകേണ്ടത് ജാർഖണ്ഡിലേക്കാണ്. അവിടെയും ആദ്യഘട്ട വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുന്നു. 43 അസംബ്ലി സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ മത്സരം നടക്കുന്നത്. സംഘർഷ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഗുഡ് മോർണിംഗ്. 6 മന്ത്രിമാരടക്കം വോട്ടെടുപ്പിനെ ഇന്ന് നേരിടുന്നുണ്ട്. ആരംഭിച്ചു കഴിഞ്ഞു വോട്ടെടുപ്പ്. എങ്ങനെയാണ് പല മണ്ഡലങ്ങളിലെയും സ്ഥിതി? രജനി, ജാർഖണ്ഡിലും ഇന്നിപ്പോൾ ഒന്നാം ഘട്ട വോട്ടെടുപ്പാണ് ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെയാണ് ജാർഖണ്ഡിൽ വോട്ടെടുപ്പ് സമയം നിശ്ചയിച്ചിട്ടുള്ളത്. 81 അംഗ നിയമസഭയാണ് ജാർഖണ്ഡിലേത്. 2 ഘട്ടമായാണ് വോട്ടെടുപ്പ്. ഇന്നിപ്പോൾ ഈ 81-ൽ 43 മണ്ഡലങ്ങളാണ് വിധി എഴുതുന്നത്. അതിൽ 20 മണ്ഡലങ്ങളും ഈ സംവരണ മണ്ഡലങ്ങളാണ് എന്നതും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് വനമേഖലകളോടൊക്കെ ചേർന്ന് കിടക്കുന്ന സംവരണ മണ്ഡലങ്ങൾ. ജാർഖണ്ഡിൽ 81-ൽ 28 സീറ്റുകൾ സംവരണ സീറ്റുകളാണ്. അതിൽ 20 ഇന്നിപ്പോൾ പോളിംഗ് നടക്കുന്നു. 2019-ൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയും കോൺഗ്രസും RJD സഖ്യവും നേട്ടമുണ്ടാക്കിയിട്ടുള്ള മേഖലയിലാണ് ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത്. അന്ന് 25 സീറ്റുകളിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് 25 മണ്ഡലങ്ങൾ JMM കോൺഗ്രസ് സഖ്യമാണ് വിജയിച്ചത്. BJP 13 സീറ്റുകളിൽ മാത്രമേ വിജയിച്ചുള്ളൂ. ആ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അധികാരം നഷ്ടപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനകത്ത് BJP ഒരു തിരിച്ചുവരവിനാണ് ജാർഖണ്ഡിൽ ശ്രമിക്കുന്നത്. സാഹചര്യങ്ങൾ BJPക്ക് എല്ലാം അനുകൂലമാണ്. അവിടെ കഴിഞ്ഞ 5 വർഷക്കാലം ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ തന്നെയാണ് BJPക്ക് ഏറ്റവും വലിയ ആയുധമായി മാറിയത്. മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ തന്നെ ജയിലിൽ കിടക്കേണ്ട സാഹചര്യമൊക്കെ നമ്മൾ ജാർഖണ്ഡിൽ അടുത്ത കാലത്ത് കണ്ടതാണ്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ മാത്രമാണ് കോടതി ഹേമന്ത് സോറന് ജാമ്യം നൽകുകയും പിന്നീട് തിരിച്ചെത്തി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയും ഒക്കെയായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി വരെ ജയിലിൽ പോകേണ്ട രീതിയിലുള്ള അഴിമതി 5 വർഷത്തിനിടയിൽ ജാർഖണ്ഡിൽ നടന്നു. പ്രത്യേകിച്ച് ഖനനവുമായൊക്കെ ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഭൂമി കുംഭകോണവും ഒക്കെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ നേരിടുന്നത്. അതോടൊപ്പം മറ്റു വിഷയങ്ങൾ, ഒന്ന് അനധികൃത കുടിയേറ്റം സംബന്ധിച്ചാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റം അസ്സാമിലും അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാൾ വഴിയൊക്കെ ജാർഖണ്ഡിലേക്കും എത്തുന്നു എന്നതാണ് BJP ഉയർത്തി കാണിക്കുന്നത്. അവിടുത്തെ ഹിന്ദു ജനസംഖ്യ ക്രമാതീതമായി കുറയുന്നു. സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഘട്ടത്തിലൊക്കെ 90% മുകളിലുണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ ഇപ്പോൾ കേവലം 69% മാത്രമാണ് എന്നതാണ് BJPയുടെ പ്രധാനപ്പെട്ട ആരോപണം. അതിനാൽ ഈ തെരഞ്ഞെടുപ്പ് സനാതന ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാണ് BJP ജാർഖണ്ഡിൽ ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു ഭാഗത്ത് അഴിമതി ആരോപണവും ക്രമക്കേടും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, മറുഭാഗത്ത് ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ വികസന വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുമൊക്കെ BJP തിരിച്ച് കളം പിടിക്കാൻ ശ്രമിക്കുകയാണ്. അതിനാൽ മുൻപ് അധികാരമുണ്ടായിരുന്ന സംസ്ഥാനത്ത് ഒരു തിരിച്ചുവരവിനുള്ള എല്ലാ കളമൊരുക്കലും BJP ജാർഖണ്ഡിൽ നടത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ് JMM സഖ്യത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷകൾ ആ സംസ്ഥാനത്ത് വെച്ച് പുലർത്തേണ്ട സാഹചര്യമില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് രാവിലെ ആരംഭിച്ചിരിക്കുന്നു. വളരെ സമാധാനപരമായി തന്നെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് എന്നതും ഇതോടൊപ്പം തന്നെ കൂട്ടി വായിക്കണം. സാധാരണ ജാർഖണ്ഡൊക്കെ മുൻകാലഘട്ടങ്ങളിൽ ഈ സംസ്ഥാനത്തിൻ്റെയൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ തുടർച്ചയായ അക്രമ സംഭവങ്ങൾ നടന്നിട്ടുള്ള സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനകൾക്കൊക്കെ സ്വാധീനമുള്ള, മാവോയിസ്റ്റ് നക്സൽ സംഘടനകൾക്കൊക്കെ സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്. പക്ഷേ വളരെ സമാധാനപരമായി വോട്ടെടുപ്പ് നടക്കും. കാരണം ജമ്മു കാശ്മീർ വളരെയധികം സംഘർഷ സാധ്യത നിറഞ്ഞ ഒരു സ്ഥലത്ത് പോലും ഒരു റീപോളിംഗ് പോലും ഇല്ലാത്ത രീതിയിലാണ് കശ്മീരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും വോട്ടെടുപ്പ് വളരെ മികച്ച രീതിയിൽ 3 ഘട്ടമായി നടത്തിയത്. അതിനാൽ ജാർഖണ്ഡിലും വളരെ സമാധാനപരമായി വോട്ടെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ആത്മവിശ്വാസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനും ഒക്കെ ഉണ്ട്. രജനി, ഗൗതം, ഈ കോൺഗ്രസും JMM ഒക്കെ വലിയ പ്രതിരോധത്തിലാണ്, വലിയ പ്രതീക്ഷകളില്ല എന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. അപ്പോൾ BJPയുടെ ആത്മവിശ്വാസത്തിന് പിന്നിൽ എന്താണ്? കൃഷ്ണജയ്, ഈ JMM കോൺഗ്രസ് സഖ്യം നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഴിമതി ജാർഖണ്ഡിനെ സംബന്ധിച്ച വലിയ തോതിലൊരു പ്രശ്നമാണ്. അത് ഇപ്പോൾ മാത്രമല്ല, ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുൻപ് ഇത് ബീഹാർ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് 2000-ലാണ് ജാർഖണ്ഡ് സംസ്ഥാനം അടൽ ബിഹാരി വാജ്പേയി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ രൂപപ്പെടുന്നത്. അതിനുശേഷവും അതിനു മുൻപുമൊക്കെ ഈ പ്രദേശങ്ങളിൽ ഈ ഖനന അഴിമതിയൊക്കെ വ്യാപകമായി നടക്കുകയും രാഷ്ട്രീയ നേതാക്കന്മാർ വലിയ പ്രഭുക്കളായി മാറുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. എന്നാൽ സാധാരണ ജനങ്ങളാവട്ടെ അവരിപ്പോഴും വളരെ കഷ്ടപ്പെട്ട് സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ തന്നെ ജീവിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതാണ് BJP പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു സുസ്ഥിരമായ ഭരണം കേന്ദ്രത്തിലുണ്ട്. ആ കേന്ദ്ര സർക്കാരിനൊപ്പം ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ സംസ്ഥാനത്ത് വന്നാൽ മാത്രമേ ജാർഖണ്ഡിൻ്റെ പിന്നോക്ക അവസ്ഥ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയൂ എന്നതാണ് BJP പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന വിഷയം.
മാത്രമല്ല ഈ അഴിമതിക്കൊപ്പം തന്നെ ഈ ദേശീയ വിഷയങ്ങളും BJP ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ജാർഖണ്ഡിൽ ഉയർത്തി കാണിക്കുന്നു. ഈ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം പോലെയുള്ള വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം മരവിപ്പിച്ചത്, അതേ ജമ്മു കാശ്മീരിൽ തന്നെ ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരണമെന്ന് കോൺഗ്രസും ഇന്ത്യ സഖ്യവും ജമ്മു കാശ്മീരിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ. അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം ജാർഖണ്ഡിലെ സമൂഹത്തിന് മുന്നിലേക്കും വെച്ചുകൊണ്ടുള്ള പ്രചരണമാണ് BJP ആദ്യഘട്ടത്തിലും. അതോടൊപ്പം തന്നെ ഇനി 20-ാം തീയതിയാണ് ബാക്കി സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, അവിടെയും നടത്തുന്നത്. ഏതായാലും ജാർഖണ്ഡിൽ ഇത്തവണ ഭരണ വിരുദ്ധ വികാരം അത് ആഞ്ഞടിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഭിപ്രായ സർവേകളെല്ലാം ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനാൽ ഒരു 46-നും 50-നും ഇടയിൽ സീറ്റുകൾ നേടിക്കൊണ്ട് BJP ജാർഖണ്ഡിൽ ഒരു തിരിച്ചുവരവ് നടത്തുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള വികാരം. കൃഷ്ണ, വനവാസി സംവരണ മണ്ഡലങ്ങളും 6 പട്ടികജാതി സംവരണ മണ്ഡലങ്ങളും 17 പൊതുമണ്ഡലങ്ങളുമാണ് ഇന്ന് പോളിംഗ് ബൂത്തിലെത്തുന്നത്. ഞാനിവിടെ പറയാനുള്ള കാരണം, വനവാസി സംവരണം ആദ്യം എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു JMA വോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മുൻകാലങ്ങളിലൊക്കെ തന്നെ അറിയാം, അവരെ തിരിഞ്ഞു നോക്കാത്ത ഒരു സർക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കേന്ദ്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വനവാസികളെ പിന്തുണയ്ക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ, BJP ഭരണമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷ കൂടെ വയ്ക്കുകയല്ലേ BJP ഇവിടെ? രജനി, അത് തന്നെയാണ്. അതായത് വനവാസികൾക്ക് വലിയ സ്വാധീനമുള്ള, അല്ലെങ്കിൽ വോട്ടർമാരിൽ വലിയൊരു വിഭാഗം, വോട്ടർമാരുടെ പകുതി തന്നെ വനവാസി ജനവിഭാഗങ്ങളാണ് എന്നത് ജാർഖണ്ഡിന്റെ മറ്റൊരു സവിശേഷതയാണ്. ബിർസാ മുണ്ടയുടെയൊക്കെ ലെഗസി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, ഇത്തരം സാമൂഹിക പരിഷ്കർത്താക്കൾ വനവാസി വിഭാഗങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ബിർസാ മുണ്ടയെ പോലെയൊക്കെയുള്ള നിരവധി വനവാസി നേതാക്കന്മാർ വലിയ തോതിലുള്ള ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടത്തുകയും ബ്രിട്ടീഷ് അധിനിവേശ ശക്തികൾക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ നിരവധി വനവാസി നേതാക്കളുണ്ട്. അവരെയൊക്കെ അവരുടെ എല്ലാം ചരിത്രം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ നരേന്ദ്രമോദി സർക്കാർ നിർണായകമായ പങ്ക് വഹിച്ചു എന്നത് വളരെ ശ്രദ്ധേയമാണ്. അത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ വനവാസി വോട്ടുകൾ വലിയ തോതിൽ BJPയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം മുൻപ് കോൺഗ്രസ് സർക്കാരുകൾ അധികാരത്തിലിരിക്കുമ്പോൾ ഇത്തരം ചരിത്രപുരുഷന്മാർ, പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിന് പുറത്തേക്കുള്ള പല ആളുകളെയും അധിക്ഷേപിച്ചുവെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വനവാസി സമൂഹത്തിനിടയിൽ നിന്നും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച നിരവധി യോദ്ധാക്കന്മാർ, ധീര സൈനികർ, അവരെ പറ്റിയൊന്നുമുള്ള ഒരു തരത്തിലുമുള്ള പരാമർശങ്ങൾ നമ്മുടെ രാജ്യത്ത് ആ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ബിർസാ മുണ്ടയുടെയൊക്കെ ജന്മദിനം ഉൾപ്പെടെ പൊതു അവധിയായൊക്കെ രാജ്യത്തും അതോടൊപ്പം തന്നെ ജാർഖണ്ഡിലുമൊക്കെ പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള വലിയ പരിവർത്തനം BJP സർക്കാർ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരു വനവാസി വനിതയെ അയച്ച് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായ സംഭവമാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ദ്രൗപദി മുർമു. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ സ്വാഭാവികമായും വനവാസി സമൂഹത്തിന് ആവേശം നൽകുന്ന ഘടകമാണ്. അവരെ കൂടുതലായി മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം ഈ സർക്കാരിനുണ്ട്, അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ഒരു അജണ്ട അതാണ് എന്ന കൃത്യമായ സന്ദേശം വനവാസി സമൂഹത്തിനും മറ്റു പിന്നോക്ക സമൂഹത്തിനുമൊക്കെ നൽകാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സാധിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനാൽ പരമ്പരാഗത വനവാസി മേഖലയിൽ അത് ജാർഖണ്ഡിൽ മാത്രമല്ല, ഉദാഹരണമായി നമ്മൾ ത്രിപുര നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മേഖലയിലെ പല സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പരമ്പരാഗത വനവാസി കേന്ദ്രങ്ങളൊക്കെ BJPയിലേക്ക് ചായുകയും അവിടെയെല്ലാം BJP ഒരു പ്രധാനപ്പെട്ട കക്ഷിയാവുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ ത്രിപുരയിലും വടക്ക് കിഴക്കൻ മേഖലയിലും, അതല്ലെങ്കിൽ ഇനി ഉത്തർപ്രദേശിലേക്ക് വന്നു കഴിഞ്ഞാൽ ബുന്ദൽഖണ്ഡ് പോലെയുള്ള റീജിയണിലുമൊക്കെ BJP കരുത്താർജിച്ചിട്ടുള്ളത് ഇത്തരം വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ്. അതിനാൽ തീർച്ചയായിട്ടും ജാർഖണ്ഡിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP വനവാസി വോട്ടുകൾ BJPക്ക് അനുകൂലമായി ഏകീകരിക്കുവാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. രജനി, ശരി. ഏതായാലും ജാർഖണ്ഡിലും വിധിയെഴുത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ഗൗതം അനന്തനാരായണനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.